നേരെ മുക്കോല മാർക്കറ്റിലാണ് പോകുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ചിപ്പി ഉണ്ട് കേട്ടോ, സത്യം ചേട്ടൻ്റെ ചിപ്പി. നമ്മളെ 30 രൂപയ്ക്കാണ് ചാള വാങ്ങിച്ചത്. അപ്പോൾ നമ്മുടെ മുക്കോലയാണ് കേട്ടോ, വിഴിഞ്ഞം മുക്കോല മാർക്കറ്റിലാണ്. വിഴിഞ്ഞത്തുനിന്ന് വെറും 1.5 കിലോമീറ്റർ മാത്രമാണ് ദൂരം. നമുക്ക് നേരെ ഇനി ഹാർബറിലോട്ട് പോയിട്ടാണ് ബാക്കി വിശേഷങ്ങൾ. ഓക്കെ എന്നാ. അങ്ങനെ നമ്മൾ വിഴിഞ്ഞം ഫിഷിംഗ് ഹാർബറിൽ വന്നിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ മീൻ പിടിക്കാൻ പോകുന്നത്. കാണുന്നുണ്ടോ? സമയം 6:45 നമ്മുടെ തൊട്ടുപുറകിൽ ഒരു അദാനിയുടെ ജങ്കാർ കിടപ്പുണ്ട്. ഇതിൻ്റെ തൊട്ടടുത്താണ് നമ്മൾ മീൻ പിടിക്കാൻ പോകുന്നത്. നമ്മളെ ഹമൂർ പിടിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് കൂട്ടുകാർ വിചാരിക്കുന്നത് അവർ കൊണ്ടുവരുന്ന ആ സാധനത്തിൽ ഏത് മീനും പിടിക്കാമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഓരോ മീനിനും ഓരോ ചൂണ്ടയും ഓരോ റോളും അതുപോലെ തീറ്റയുടെ വലുപ്പവും അങ്ങനെ അനുസരിച്ചായിരിക്കും കേട്ടോ. അപ്പം നമ്മളിന്ന് ഹമൂർ പിടിക്കാമെന്നുള്ള ഉദ്ദേശത്തിൽ വന്നത് കണ്ട് നമ്മൾ കൊണ്ടുവന്നത് ഇത് 8 നമ്പർ ചൂണ്ടയും 100ന്റെ റോളും കേട്ടോ. അതുപോലെ നമ്മൾ ഈ മുഴുവനായിട്ടുള്ള ഈ ഒരു ചാള മീനാണ് നമ്മൾ ഇടാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കൂട്ടുകാർ വിചാരിക്കും ഇതെല്ലാ ചാള മീനും വേണമെന്ന് വിചാരിക്കും. പക്ഷേ ഹമൂർ നമ്മുടെ ഇവിടെ അളുവയെന്ന് പറയുന്ന ആ മീന് അത് ഒരു 1/2 കിലോ സൈസുള്ള മീനായിരുന്നാലും ശരി തന്നെ ഈ ഒരു ചാളയനെ മുഴുവനായിട്ട് വിഴുങ്ങാനുള്ള കഴിവ് അതിനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 2-3 മാസത്തിൽ കൂടുതലായി വലിയ മീൻ പിടിക്കാതെ. അപ്പോൾ നമ്മളിന്ന് വലിയ മീൻ പിടിക്കാം എന്നുള്ള ഉദ്ദേശത്തിൽ വരാൻ പോയിട്ടാണ് നമ്മുടെ കൂട്ടുകാർക്ക് ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് കാണിച്ചു തരുന്നത്. അപ്പോൾ അത് മാത്രമല്ല, നമുക്ക് മീൻ കിട്ടുമോ ഇല്ലയോ ഒന്നും പ്രതീക്ഷയില്ല. അപ്പോൾ നേരെ നമുക്ക് മീൻ പിടിക്കാനായിട്ട് നമ്മുടെ ചൂണ്ടയിൽ ഈ ഹുക്ക് ചെയ്യാം കേട്ടോ. മീൻ ഹുക്ക് ചെയ്യുന്ന ഒരു രീതി കാണിച്ചുകൂടെ, അടുത്തൊന്ന് കാണിച്ചു കൊടുത്ത്. ഈ വലിയ മീൻ നമ്മൾ ഹുക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഈ കണ്ണിൻ്റെ ഇടയിൽ കൂടെ കൊരുത്തെടുക്കും. ഇങ്ങനെ കൊരുത്തെടുത്തിട്ട് ഇതിൻ്റെ ശരീരത്തിലാണ് ഇങ്ങനെ നമ്മൾ ഹുക്ക് ചെയ്യുന്നത്. കാരണം വലിയ മീനാകുമ്പോൾ അതിൻ്റെ സൈഡ് കടിച്ചു കഴിഞ്ഞാൽ, സെൻറ്റർ ഒന്ന് കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദാണ്ട ഇതുപോലെ മീനിനെ പിടിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ നേരെ വെള്ളത്തിലോട്ട് എറിയാൻ പോവുകയാണ്. നമ്മുടെ അദാനി ജങ്കാറിൻ്റെ അടുത്താണ് ഞാൻ നേരത്തെ കാണിച്ചു തന്നല്ലോ. അപ്പോൾ നേരെ നമുക്ക് എറിയാം. പക്ഷേ മീൻ കിട്ടുമോ ഇല്ലയോ ഓക്കെ എന്നാ നോക്കാം നമുക്ക്. നമ്മുടെ പൊടി തന്നെ ഒരു മീൻ കിട്ടേണ്ടതാണ്. പോയി കേട്ടോ. നമ്മൾ ഹമൂർ പിടിക്കാനായിട്ട് ഇട്ട ആ വലിയ ചാള തിന്നാൻ വന്നതാണ്. ഇത് ഒരുപാട് പേര് വിചാരിക്കുന്നത് ഇത് പാമ്പെന്നാണ്. പക്ഷെ ഇത് പാമ്പല്ല കേട്ടോ. ഇത് അഞ്ചാള എന്നാണ് പറയുന്നത്. കേട്ടോ. ഇത് കടിച്ച വിഷമല്ല, പക്ഷേ നല്ല തരുപ്പായിരിക്കും. അതുമാത്രമല്ല കടി പെട്ടെന്നും ഇത് വിടത്തില്ല കേട്ടോ. അങ്ങനത്തെ ഒരു സംഭവമാണ് ഇത്. അപ്പോൾ നമ്മൾ വീണ്ടും ചൂണ്ടയിടാൻ പോവുകയാണ്. ചൂണ്ടയിടക്കം കണ്ടിന്യൂ ചെയ്യുകയാണ്. എന്തെങ്കിലും മീൻ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കൂട്ടുകാർക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പല വെറൈറ്റി ഉണ്ട് ഇതിൽ, പല വെറൈറ്റികളുണ്ട്. ഇത് ചെറിയ സൈസാണ് കേട്ടോ, നല്ല വലിയ സൈസുണ്ട്. കഴുത്തിൽ കുരുങ്ങിയാണ് കിടക്കുന്നത്. നമുക്ക് ഇതിനെ അഴിച്ച് ചൂണ്ട മാറ്റിയിട്ട് വെള്ളത്തിലോട്ട് വിടാമേ. നമ്മൾ എറിയുന്നതാണ്ട് ചാളയുടെ അവസ്ഥ ഇതാണ്. നമ്മുടെ അഞ്ചാളെന്ന് പറയത്തില്ലേ, അവനാണ് ഇത് തീർക്കുന്നത്. അപ്പോൾ സമയം ഒരുപാടായി കേട്ടോ. നമുക്ക് കിട്ടിയ ആ ഒരു അഞ്ചാളെയും നമ്മൾ വെള്ളത്തിൽ തന്നെ കളഞ്ഞ് സമയം കണ്ട 8:23 ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നാളെയും വരും. നാളെ വന്ന് എന്തെങ്കിലും മീൻ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കൂട്ടുകാർക്ക് കാണിച്ചു തരാം. ഓക്കെ.